സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. നിന്റെ സഹോദരനായ അഹ്റോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശ്വവസ്ത്രം ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 28-ാമത്തെ വാക്യം. ചുവന്ന വസ്ത്രം പോലെ അഹ്റോനും അവൻ്റെ പിൻഗാമികളും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല വിദഗ്ധരായ തൊഴിലാളികൾ ചേർന്ന് നിർമ്മിച്ചതാണ്. പുറപ്പാട് പുസ്തകം 28-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പൗരോഹിത്യ വസ്ത്രങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ കൂട്ടായ്മ കഥ പറയുന്ന വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു. ഗോത്രങ്ങളുടെ പേരുകൾ പുരോഹിതരുടെ ചുമലിൽ യഹോവയുടെ മുമ്പാകെ ഒരു ഓർമ്മയ്ക്കായി ഇരിക്കും. നിലയങ്കികൾ, എംബ്രോയ്ഡറി ചെയ്ത നടുംകെട്ടുകൾ, മുടികൾ എന്നിവ പുരോഹിതർക്ക് മഹത്വവും അലങ്കാരവും നൽകി അവർ ദൈവത്തെ സേവിക്കുകയും ആരാധനാളുകളെ നയിക്കുകയും ചെയ്യും. യേശുവിലുള്ള പുതിയ ഉടമ്പടി വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒരുമിച്ച് ദൈവത്തെ സേവിക്കും, ആരാധന പരസ്പരം നയിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ ഒരു പൗരത്വമാണ്. 1 പത്രോസ് 2-ാം 4-5 വാക്യങ്ങൾ 9 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. എബ്രായർ 4-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പുരോഹിതന്മാർ ആരാണെന്ന് സ്വയം തിരിച്ചറിയാൻ പ്രത്യേക വസ്ത്രങ്ങളൊന്നും നാം ധരിക്കുന്നില്ലെങ്കിലും അവൻ്റെ സഹായത്താൽ നാം മനസ്സിലൊലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കുന്നു. കൊലോസ്യർ 3-ാമത്തെ വാക്യം പഠിക്കുവാൻ സാധിക്കും. കൊലോസ്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വഭാവ ഗുണങ്ങളിൽ ഏതാണ് ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതലായി ധരിക്കേണ്ടത്? ദൈവത്തെ സേവിക്കാനായി ദൈവം നിങ്ങളെ എങ്ങനെയാണ് സജ്ജീകരിക്കുന്നത്? പ്രാർത്ഥിക്കാം. യേശുവേ, മനസ്സൊലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ എന്നെ അണിയിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.